അപ്പോൾ വേഗം നമുക്ക് നടക്കാം, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റില്ല, സൂര്യകാന്തിനെയും എടുക്കാൻ പറ്റില്ല. അപ്പോൾ തണ്ണിമത്തനൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്, പാവം തണ്ണിമത്തനല്ലേ. പോകുമ്പോൾ എന്തായാലും ആ സൈഡിൽ നിന്നുള്ളടത്തുനിന്ന് തണ്ണിമത്തൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ തന്നെ നമുക്ക് വേഗം നടന്ന് സൂര്യകാന്തിയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്, അച്ഛൻ ബാക്കിലും ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അച്ഛൻ അവരോടൊക്കെ സംസാരിച്ച് നടന്നു വരായിരുന്നു. ഞാൻ ആകെ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, സൂര്യകാന്തി നേരിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അകലെന്ന് കണ്ട പോലെയല്ല, കുറച്ച് മൂഞ്ചിപ്പോയി അവിടെ എത്തിയപ്പോൾ. ചില പൂക്കൾ മാത്രം നന്നായിട്ട് ഭംഗിയിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, ബാക്കിയൊക്കെ അതേ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ വാടി ആകെ കൊഴിഞ്ഞ് നിലത്തൊക്കെ കിടക്കുമായിരുന്നു. പിന്നെ കുറേ പേര് വിത്തൊക്കെ പൊട്ടിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ആകെ വാടി തളർന്നേമലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. വെയിലുള്ള സമയത്ത് വന്നിട്ടേ കാര്യമുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ പിന്നെ ഇതേ ആയിരിക്കും അവസ്ഥ. ഇതൊക്കെ കുറേ നിലത്ത് വീണ് ചാഞ്ഞു കൊടുക്കുന്നുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ചിലതൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണതിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. ഒരെണ്ണം വലുതുണ്ടായിരുന്നു, ആ വലുതെൻ്റെ കൈമ വന്നിട്ട് ഒരൊറ്റടി, നല്ല സുഖം ഉണ്ടായിരുന്നു. പിന്നെ കൈ ഈ പൂ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ചിലത് മാത്രമേ കാണാനൊക്കെ ഭംഗിയുള്ളൂ. അപ്പോൾ ഞാൻ ഭംഗിയുള്ളതൊക്കെ നോക്കി ഇങ്ങനെ എടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളും കുറച്ച് വിത്തെടുത്തു ഗൈസ്, കാരണം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണേന്ന് കുറേ പേരൊക്കെ എടുത്തുകൊണ്ട് പോയതുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഞങ്ങൾ കൊടുത്തു, എങ്ങാനും വീട്ടിൽ മുളച്ചുണ്ടായാലോ. പിന്നെ അതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ പൂരിന വഴി പഴുവിലെത്തിയപ്പോൾ പഴുവിൽ പള്ളിയിൽ പെരുന്നാളായിരുന്നു. അപ്പോൾ എല്ലാ വീടുകളും നല്ല മാലബൾബൊക്കെ ഇട്ട് ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളിയുടെ അടുത്ത് തന്നെയായിട്ടാണ് എൻ്റെ പണ്ടത്തെ സ്കൂൾ വരുന്നത്. ഞാൻ 10th വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഈ സ്കൂളിലായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീടൊക്കെ ഇവിടെ തന്നെ ചുറ്റിപ്പറ്റിയിട്ടൊക്കെ തന്നെയാണ്. അപ്പോൾ പിണ്ടി പെരുന്നാളായിരുന്നു തോന്നുന്നുണ്ട്. എല്ലാവരുടെ വീട്ടിലും പിണ്ടിയൊക്കെ വെച്ചിട്ടുള്ള അലങ്കാരപ്പണികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ കാണുന്നതാണ് എൻ്റെ സ്കൂൾ വരുന്നത്. ഇതാണ് എൻ്റെ സ്കൂൾ, സെൻറ്റ് ആൻ്റണീസ് ഹൈസ്കൂള്. ഇപ്പോൾ ഹയർ സെക്കൻഡറി ആണ് കേട്ടോ. ഞാൻ പഠിക്കുന്ന സമയത്ത് ഹൈസ്കൂളായിരുന്നു. അപ്പോൾ കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കോളേജ് ഞാൻ കണ്ടത്. അപ്പോൾ ഇതിലേ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ പള്ളിയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമായി എനിക്ക് കണ്ടപ്പോൾ തന്നെ. കുറേ മെമ്മറീസൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അപ്പോൾ ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം ഫ്രണ്ട്സിനൊന്നും ഞാൻ കണ്ടൊന്നുമില്ല, അറിയുന്നവരാരും കണ്ടൊന്നുമില്ല. അവിടെ നിന്നൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് നമുക്ക് ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ അവിടെ ഒരു കടയിൽ കയറിയിട്ട് നമുക്ക് കാപ്പി കുടിച്ചിട്ട് പോകാൻ പഠിച്ചവരൊക്കെ കുറേ പേരൊന്നും കോണ്ടാക്റ്റ് ഒന്നുമില്ല, എല്ലാവരും ഓരോരോ തിരക്കിലൊക്കെയാണ്. പിന്നെ എൻ്റെ 1-2 പേരായിട്ട് ഞാൻ നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ അപ്പം ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഷോർട്സ് എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ എപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആളെ വയ്ക്കാൻ പറ്റിയില്ല. പിന്നെ മോളിയുടെ പള്ളിയിൽ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. തറവാട് വരുന്നത് ഇവിടെ പള്ളിയുടെ അടുത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ ഇവിടുത്തെ ഒരു അടിപൊളി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. എല്ലാം നന്നായിട്ട് അലങ്കരിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയായിരുന്നു സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് 3 വർഷം വരെ ക്ലാസ് ടീച്ചർ തന്നെയായിരുന്നു. അപ്പോൾ ടീച്ചറായിട്ടൊക്കെ നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ ടീച്ചറുടെ മോളുടെ പേരും ദിയാൻ തന്നെയായിരുന്നു. അത് കാരണം കൊണ്ട് ടീച്ചർക്ക് നല്ല ഓർമ്മയായിരുന്നു തന്നെ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ളൊരു കടയിൽ കയറി ചായ കുടിക്കും. അടുത്ത കടയിൽ കയറിയപ്പോൾ ഒരു സംഭവം ഞാൻ കണ്ടു. ചേട്ടാ കുറച്ച് ചോറിട്ടെ. വേണ്ട. ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. തൈര് ഒഴിച്ചു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ശരിക്കും ആ സിനിമ ഓർമ്മ വന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കാപ്പിയും പിന്നെ അതുപോലെ ഞാൻ മസാല ബോണ്ടയായിരുന്നു കഴിച്ചത്. അച്ഛനും അമ്മയും മുളക് ബജിയും കഴിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പിന്നെ വീട്ടിലേക്ക് പോന്നു. ഏകദേശം ഒരു 7:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. മുട്ട വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ടക്കറിയാണ് ഇന്ന് രാത്രി. പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്നപ്പോൾ അവിടെ ചക്ക കൂട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഫേവറേറ്റ് ചക്ക കൂട്ടാൻ കഴിക്കാനിരുന്നു. അതിന് പിന്നെ ഞാൻ ചോറൊന്നും കഴിക്കാനില്ല, ഇതും കഴിച്ചു. പിന്നെ അതുപോലെ തണ്ണിമത്തൻ അവിടെ നിന്ന് വാങ്ങിച്ചതുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാച്ചിയതായിരുന്നു. അപ്പോൾ എനിക്ക് കാച്ചിയത് നല്ല ഇഷ്ടമാണ്. ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. സീസൺ വന്നാൽ ഇങ്ങനെ തന്നെയാണ്. പിന്നെ അത് തീരണ വരെ തന്നെയായിരിക്കും കറി, എന്നല്ലെങ്കിൽ കഴിക്കാൻ തന്നെയായിരിക്കും. തണ്ണിമത്തൻ മുറിച്ചു. അപ്പോൾ പിന്നെ നേരെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പൊസിഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിക്കാൻ അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ വലിയ മധുരമൊന്നും ഉണ്ടായിരുന്നില്ല, നോർമലൊരു ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നാടനായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. അപ്പോൾ തന്നെ അവർ അവിടെ നിന്ന് തന്നെ മുറിച്ച് തരുന്നതല്ലേ, ലൈവായിട്ട് അവർ വണ്ടിയിൽ നിന്ന് കൊണ്ടുപോയിട്ടാണ് റോഡ് സൈഡിൽ വിൽക്കാനിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പാടവും കണ്ട കാരണം കൊണ്ട് നമ്മൾ കണ്ടപ്പോൾ തന്നെ അത് വാങ്ങിക്കാനും തോന്നി.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ.